ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ വെല്ലിംഗ്ടണിലേക്ക് ഒരു ട്രിപ്പ് പോവാ. മമ്മീൻ്റെ കൂടെ എലൈനിയുണ്ട്, ബേബിയുണ്ട്, പിന്നെ നീമ. മമ്മിയുടെ കുഞ്ഞുമാമ വെല്ലിംഗ്ടണിലാണുള്ളത്. അവർ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെയാണ്. അപ്പോൾ പോണേക്കെ മുമ്പ് മമ്മി നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് വെല്ലിംഗ്ടണിൽ പോയി അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുക. ലിസ്ബൺ എയർപോർട്ട് ചെറിയൊരു എയർപോർട്ടാണ്. ഇവിടുന്ന് 1.25 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ട് വെല്ലിംഗ്ടൺ. അപ്പോൾ ഇനി വെല്ലിംഗ്ടൺ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലിസ്ബൺ എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ചെറിയൊരു എയർപോർട്ടാണ്, അങ്ങനെ അധികം ഗേറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നേരെ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള പ്ലെയിൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ പ്ലെയിനിൽ കയറി സീറ്റൊക്കെ ഇരുന്നു. വാവ എൻ്റെ കയ്യിലാണ് ഇരുന്നായിരുന്നത്. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. താഴെ ഇങ്ങനെ പല മലകളും, കുറച്ച് കഴിയുമ്പോൾ ഒരു വിശാലമായൊരു കടൽ കാണാം. കുറേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അകലയിൽ നിന്ന് നമുക്ക് നമ്മുടെ മൗണ്ട് ട്രിപ്പേഹോ കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലെയിനിൽ തന്നെ ഇരുന്ന് ആ മൗണ്ട് ട്രിപ്പേഹോ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലെയിൻ ഒരു എയർ ഗട്ടറിൽ വീണ് കുറച്ച് എല്ലാവരും പേടിച്ചു. നമ്മൾ വെല്ലിംഗ്ടൺ എത്തി. വെല്ലിംഗ്ടണിലെ ലാൻഡിങ് കുറച്ച് സീനായിരുന്നു. അവിടെ വിൻഡി ആണ് എപ്പോഴും. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ നല്ലൊരു ടർബുലൻസും പ്ലെയിനൊക്കെ നല്ലോണം ആടി. എന്നാലും കുഴപ്പമില്ലാണ്ട് അവിടെ ലാൻഡ് ചെയ്തു. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ലൗഷ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പർ ഹട്ടിലാണ്. രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇത് ജെയ്ഡനും ആഷ്ലിയും കൂടി വാവേനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മാമയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി മുട്ടക്കറിയും വെള്ളപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം സിറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. വെല്ലിംഗ്ടണിലേക്ക് ഞങ്ങൾ സിറ്റിയിലേക്ക് ട്രിപ്പ് പോണേക്ക് മുമ്പുള്ള ചെറിയൊരു വീഡിയോ. ഇത് ജെയ്ഡൻ, ലൗഷി ചേച്ചി, ആഷ്ലി, പിന്നെ കുഞ്ഞുവാവ, എലൈന, മമ്മി, അങ്കിളുടെ പേര് തോമസ്, പിന്നെ നീമ, ഫിലോമിന, പിന്നെ ഞാനും. അപ്പം നമ്മൾ സിറ്റിയിലേക്ക് ഒരു 11 മണിയൊക്കെ എത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സിറ്റി കൂടെ നടന്ന് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ, മജസ്റ്റിക് കുസീൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ബ്രഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ലിസ്ബൺ സിറ്റി വെച്ച് നോക്കുമ്പോൾ വെല്ലിംഗ്ടൺ അത്യാവശ്യം നല്ല വലിയൊരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ചേച്ചി ഇവിടെ ഓൾറെഡി പ്രീ ബുക്കിംഗ് ചെയ്ത് കാരണം നമുക്ക് വേഗം തന്നെ ചെന്ന വഴി തന്നെ ഫുഡൊക്കെ കിട്ടി. യംച എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഓൾറെഡി അവർ ഇത് മുമ്പ് കഴിച്ച് ഒരുപാട് ഇഷ്ടമായിട്ട് അങ്ങനെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ്. വെറൈറ്റി ഓഫ് ഡിഷസ് ആയിരുന്നു. പോർക്ക്, അതുപോലെ തന്നെ സ്ക്വിഡ്, പ്രോൺസ്, പിന്നെ ഡക്ക്, അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ചൈനീസ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്. അധികം സ്പൈസസ് ഒന്നുമില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്കൊരു ജാസ്മിൻ ടീ ആണ് കിട്ടിയത്. അത് നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിങ്ങനെ ഓരോരോ ഡിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വയറ് ഫുള്ളായിട്ട് അങ്ങനെ കഴിച്ച് നല്ലോണം ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. അവിടെ തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ട്, ടീ പാപ്പ എന്ന് പറഞ്ഞ മ്യൂസിയം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെല്ലിംഗ്ടണിലെ ടീ പാപ്പ
മ്യൂസിയം. ഇവിടെ ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട്. വീഡിയോ കാണിക്കാം. ഞാനിതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുള്ളതാണ്. എന്നാലും മമ്മിക്ക് ഇത് പുതിയ എക്സ്പീരിയൻസ് ആവും. പിന്നെ ഉണ്ണി ഒത്തിരി ചെറുതാണ്. കുറച്ചും കൂടി വലുതാണെങ്കിൽ ഉണ്ണിക്ക് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് തോന്നുന്നു വാർപ്പ് ഏരിയ, മറ്റേ സൗത്ത് ഐലൻഡിലേക്കുള്ള ക്രൂയിസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ്. ഇത് അതിൻ്റെ ഒരു ലൊക്കേഷനാണ്. ഇത് കാണാം ബോട്ടുകളൊക്കെ കിടക്കുന്നത്. ഞങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതിനകത്ത് കുറേ കാണാനുണ്ട്. ഒരു 2 hours ഹാർഡ്ലി സ്പെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഷിപ്പ്യാർഡും എല്ലാം കൂടെ അടുത്ത സ്ഥലം വളരെ നമ്മുടെ ഹിസ്റ്ററി ന്യൂസിലൻഡിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതിൻ്റെ എല്ലാ മ്യൂസിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒത്തിരി സമയം അതിന് ചിലവാക്കാനുണ്ട്, പഠിക്കാനുമുണ്ട്, റിസർച്ചിങ് എല്ലാം. ഇവിടുത്തെ വാർ മ്യൂസിയം ഒത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് വലിയ വലിയ സ്റ്റാച്യൂസൊക്കെ കൂടുതൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം. ബിഗ് 8 ജയൻറ്റ് സ്റ്റാച്യൂസ് ഉണ്ട് ഇതിനകത്ത്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ മെയിനായിട്ട് വാറിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് സ്റ്റോറി പോലെ അതങ്ങനെ അനൗൺസ്മെൻ്റ് ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ടീപ്പാപ്പ മ്യൂസിയം ഫുള്ള് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ സെക്ഷനും ഇപ്പോൾ ആനിമൽസിൻ്റെ ആയാലും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ആയാലും കുറേ എക്സിബിറ്റ്സ് ഉണ്ടായിരുന്നു. ഒക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് വരാണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒത്തിരി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സിബിറ്റ്സ് ആണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ വാർ മ്യൂസിയം അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 8 സ്റ്റാച്യൂസ് ആണ്. പക്ഷെ അത് അത്രയും ഒറിജിനാലിറ്റിയിലാണ് അവരത് ഓരോ സ്റ്റാച്യൂയും ഉണ്ടാക്കി വെച്ചേക്കണേ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും, അത്ര അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ടീപ്പാപ്പ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ വാഫിൻ്റെ ഏരിയയിൽ കുറേ നടന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എന്ന് പറയുന്നത്. ഇടയ്ക്ക് സ്ഥലം കിട്ടിയപ്പോൾ ആഷ്ലി അവളുടെ ജിംനാസ്റ്റിക് സ്കിൽസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അടിപൊളിയായിട്ട് ചെയ്തു. അവരുടെ സ്കൂളിൽ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പിൽ കയറി മഗ് ഐസ്ക്രീം കഴിച്ചു. ഞാൻ കാരമൽ ഫ്ലേവറാണ് എടുത്തത്. നല്ല ഐസ്ക്രീമായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്താണ് ഐസ്ക്രീം കഴിച്ച് തീർന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും കേബിൾ കാറിൽ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നാൽ കേബിൾ കാറിൽ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്ത് നടന്നു, സിറ്റി കൂടെ നടന്നു. നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്സും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റി. നല്ലൊരു വൈബായിരുന്നു ആ ഒരു ഈവനിങ് ടൈമിൽ നടക്കാനായിട്ട്. വാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോളർ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റി കൂടെ നടന്നപ്പോൾ നമ്മൾ അവളെ സ്ട്രോളറിലാക്കിയിട്ടാണ് കൊണ്ടു നടന്നത്. അവളാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കണ്ടായിരുന്നു. കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിലെത്താൻ പറ്റി. കേബിൾ കാറിൽ കയറാനായിട്ട് ടിക്കറ്റ്സ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ആ കേബിൾ കാറിൻ്റെ അവിടേക്ക് നടന്നു. അങ്ങനെ കേബിൾ കാറിൽ കയറി ഒരു മലയുടെ മുകളിലേക്കാണ് ഈ കേബിൾ കാറ് കയറി പോണേ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേബിൾ കാറിൽ. നമുക്ക് സിറ്റിയുടെ ഒരു വ്യൂ ഫുള്ള് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടണൽസും ഉണ്ട്. ടണൽസ് ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ടണൽസാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കേബിൾ കാറിൽ പോകാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുമാത്രമല്ല കേബിൾ കാറിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് ആ സിറ്റിയുടെ ഫുൾ വ്യൂ കിട്ടും. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് നമുക്ക് ബിൽഡിങ്സും അതുപോലെ തന്നെ ദൂരെ ഒരു കടലും ഒക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു. നമ്മൾ ആ വ്യൂ പോയിൻ്റ് കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് എല്ലാം എടുത്തു. തിരിച്ച് കേബിൾ കാറിൽ താഴോട്ട് വന്നു. എന്നിട്ടൊരു 7 മണിയോടുകൂടി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. രാത്രി വേഗം ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു. ഇനി അടുത്തൊരു വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.